നമസ്കാരം, ഭാവന സൂട്ടേബിളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി കരിമീൻ പൊള്ളിച്ചതാണ്. അതിനായിട്ട് 2 കരിമീൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നന്നായിട്ട് വരഞ്ഞൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കരിമീൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാം. അതിനായിട്ട് കാശ്മീരി ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി, പെപ്പർ പൗഡർ, ഉപ്പ്, കുറച്ച് വിനീഗർ, ഇതെല്ലാം കൂടെ ഒഴിക്കുക. പിന്നെ ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം. ഇത് തേച്ച് പിടിപ്പിക്കാൻ പരുവത്തിലുള്ള കൺസിസ്റ്റൻസിയിൽ ആക്കിയെടുക്കണം. കുറച്ച് കോക്കനട്ട് ഓയിലും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കറക്റ്റ് പരുവത്തിനായി വന്നിട്ടുണ്ട്. നമുക്കിതിനെ മീനിലേക്ക് തേച്ച് പിടിപ്പിക്കണം. ഇതെന്തായാലും കരിമീൻ കുറച്ച് നേരമെങ്കിലും നമ്മളിത് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കണം. അതിനായിട്ട് ഇതിൻ്റെ അകത്തേക്കൊക്കെ ഈ മസാലകളൊക്കെ എത്തുന്നത് വരെ നമ്മളിത് വെയിറ്റ് ചെയ്യണം. അതിനുള്ളതാണ് ഈ മസാലക്കൂട്ട് കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ നിങ്ങൾക്ക് ഈ സമയത്ത് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാൻ എന്തായാലും ഇത്രയും മസാലകളാണ് ഞാൻ എപ്പോഴും ഇടാറ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇച്ചിരി കറിവേപ്പില അരച്ചതൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നമുക്കിനി ഇതൊരു 15 അല്ലെങ്കിൽ 20 മിനിറ്റ് നന്നായിട്ട് മാരിനേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് 20 മിനിറ്റ് കഴിഞ്ഞല്ലോ. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ടൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കരിമീൻ വെച്ച് കൊടുക്കാം കേട്ടോ. ചെറു തീയിൽ വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. 2 ഭാഗവും നന്നായിട്ട് മൊരിഞ്ഞ് വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക. എന്നിട്ട് മറച്ചിട്ട് കൊടുത്ത് വേവിക്കാം. ഡീപ്പ് ഫ്രൈ ഒന്നും ആവണ്ട, കുറച്ച് നേരിട്ട് വേവിക്കുക. ഇപ്പോൾ കറക്റ്റ് പാകത്തിന് കരിമീനായി വന്നിട്ടുണ്ട്. ഞാനിതെന്തായാലും അടുപ്പിൽ നിന്ന് വാങ്ങി വയ്ക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കരിമീൻ പൊരിച്ചതിവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ട മസാല നമുക്ക് ഉണ്ടാക്കണം. അതിനായിട്ട് ഒരു പാൻ വയ്ക്കുക, കോക്കനട്ട് ഓയിൽ ഒഴിക്കുക, ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് ചെറിയുള്ളിയിൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ടേസ്റ്റ്. എന്തായാലും ചെറിയുള്ളി തന്നെ എടുക്കുക. ഒരു നിവൃത്തിയില്ലാത്തവർ സവാള എടുക്കുക. നന്നായിട്ട് വഴണ്ട് വരട്ടെ. കുറച്ച് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊന്ന് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം, പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം, ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് തേങ്ങാപ്പാലാണ്, അതും കൂടെ ഒഴിച്ചിട്ട് വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട്. നോക്കൂ, നല്ല മഷി പോലെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു അരപ്പ് നിർബന്ധമാണ്. ഈ സമയത്ത് നമ്മുടെ ചെറിയുള്ളി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ചെറിയുള്ളി നന്നായിട്ട് വഴണ്ട് വരുന്നവരെ നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. ഈ സമയത്ത് നമ്മൾ ടൊമാറ്റോസ് ചെറുതായി നുറുങ്ങി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ ടൊമാറ്റോ നന്നായിട്ട് വെന്ത് വരുന്നത് വരെയും നമുക്കിത് അടച്ചു വെച്ചൊക്കെ വേവിക്കാം. റെഡിയായി വരുന്നവരെ അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. കുറച്ച് നേരമായി ടൊമാറ്റോസൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ, പൊടികളെല്ലാം കൂടെ അരച്ച് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റുക. പച്ചമണം മാറുന്നത് വരെയും വഴറ്റിയെടുക്കണം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. കറിവേപ്പില, നാടൻ വിഭവം ആയതുകൊണ്ട് കറിവേപ്പിലയും വെളിച്ചെണ്ണയും ഒക്കെ എന്തായാലും ചേർക്കുന്നത് ഇതിൻ്റെ രുചി കൂട്ടും. ഇനി മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നു. കുറച്ചും കൂടി ഒന്ന് ബാലൻസ് ആവാനായിട്ട് ഞാനൊരു 1/4 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഇളക്കി വയ്ക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വറ്റി വരുന്നവരെ മൂടി വെച്ച് വേവിക്കുക കേട്ടോ. തേങ്ങാപ്പാലിൽ കിടന്നിട്ട് ചെറിയുള്ളിയും തക്കാളിക്കൊന്ന് വെന്ത് വരട്ടെ. നോക്കൂ, ഈ ഒരു പരുവത്തിന് നമുക്ക് വാങ്ങി വയ്ക്കാം. കണ്ടോ, ഒരുപാട് വെള്ളം പോലെ ഒന്നുമല്ല, ഈ ഒരു പരുവത്തിന് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പം അങ്ങനെ നമ്മുടെ മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് കരിമീൻ പൊള്ളിക്കുന്നത് നോക്കാം. അതിനായിട്ട് വാഴയില വഴറ്റുന്നത് ഞാൻ കാണിച്ചു തരാം. വാഴയില എടുക്കാൻ നന്നായിട്ട് ക്ലീൻ ആക്കിയതിന് ശേഷം ഗ്യാസ് ഓണാക്കിയിട്ട് ആ ഫ്ലെയിമിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്കിതിങ്ങനെ കളർ മാറി വരുന്നുണ്ടോ, അതേപോലെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നോക്കൂ, നമ്മുടെ വാഴയില നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി വാഴയിലയുടെ നാര് തന്നെ അടിയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ചെറിയൊരു പീസ് സെൻറ്ററിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ മസാല സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് കരിഞ്ഞു പോവാതിരിക്കാനൊക്കെ ആയിട്ടാണ് വേറൊരു ഷീറ്റ് ഇലയും കൂടെ വെക്കുന്നത്. എന്നിട്ട് ആദ്യം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല കൂട്ട്
ഒന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിന് മുകളിലേക്കാണ് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കരിമീൻ വെക്കേണ്ടത്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. അതിന് മുകളിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കരിമീൻ വെച്ച് കൊടുത്തിട്ട് വീണ്ടും ഇതിനെ മൂടാനായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല ഇട്ട് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ഈ മസാലയ്ക്കകത്ത് കിടന്നാണ് ഇതൊന്ന് മുരിഞ്ഞ് വരേണ്ടത്. കറക്റ്റ് പരുവായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മൂടി കൊടുക്കണം. നമ്മുടെ വാഴയില നന്നായിട്ടൊന്ന് പാക്ക് ചെയ്യുക. ഇത് പുറത്തേക്ക് പോകാതെ രീതിയിൽ നന്നായിട്ട് ക്ലോസ് ആയിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. വാഴയില മൂടിയെടുക്കുക. എന്നിട്ട് ഈ നാര് വെച്ച് കെട്ടുക. നമ്മുടെ കരിമീനും മസാലയും ഒന്നും പുറത്ത് പോകാത്ത രീതിയിൽ വേണം നമ്മൾ കെട്ടിയെടുക്കാൻ. ഇതേപോലെ 2 കരിമീനും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് നന്നായിട്ട് പൊള്ളിച്ചെടുക്കണം. അതിനായിട്ട് ഒന്ന് ഞാൻ ചട്ടിയിലും ഒന്ന് ഞാൻ പാനിലുമാണ് പൊള്ളിച്ചെടുക്കുന്നത്. പാനിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിലേക്ക് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു പാക്ക് എടുത്തത് വെച്ച് കൊടുക്കുക. എന്നിട്ടിത് മൂടി വെച്ച് ചെറിയ തീയിലിട്ടിട്ട് പൊള്ളിച്ചെടുക്കുക കേട്ടോ. ചെറിയ തീയിലിട്ട് അതേപോലെ ഒരു ചട്ടിയും ചെറിയ തീയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു കരിമീൻ പൊള്ളിച്ചത് ഇതിനകത്ത് വെച്ചിട്ടാണ് ഞാൻ പൊള്ളിച്ചെടുക്കുന്നത്. ഇതൊന്ന് അടച്ചു വയ്ക്കാം നമുക്ക്. അങ്ങനെ 2 കരിമീനും അടുപ്പിലുണ്ട്. കുറച്ച് സമയം ഒരു അരമണിക്കൂറൊക്കെ എടുക്കും ആ പ്രോസസ്സ്. എന്തായാലും കുറച്ച് സമയം ആയിട്ടുണ്ട്. ഞാനിതൊന്ന് മറച്ചിട്ട് കൊടുക്കട്ടെ. ഒരു സൈഡ് ആയല്ലോ, മറ്റേ സൈഡും കൂടി ഒന്ന് മുരിഞ്ഞ് വരാനായിട്ട് ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കാം. നമ്മുടെ കരിമീൻ പൊള്ളിച്ചതൊക്കെ ഞാൻ എടുത്തു. നോക്കൂ, നമുക്ക് മെല്ലെ തുറന്ന് നോക്കട്ടെ. നല്ല ചൂടാണ്. ചൂടോടുകൂടെ നമുക്ക് കഴിക്കാനായിരിക്കും കുറച്ചും കൂടെ രുചി. എന്തായാലും തുറന്ന് നോക്കാം. നല്ല മണം, വാഴയിലയും ആ വെളിച്ചെണ്ണയും തേങ്ങാപ്പാലും കരിമീനും ഒരു രക്ഷയില്ല. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അത്രയും ടേസ്റ്റായിട്ടുള്ള വിഭവമാണ്. എസ്പെഷ്യലി നാടൻ രുചികൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്നതാണ് കരിമീൻ പൊള്ളിച്ചത്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എൻ്റെ അടുത്ത് അറിയിക്കുക. ഇനിയും നല്ല വിഭവങ്ങളുമായിട്ട് നമുക്ക് കാണാം. അതിനു മുൻപേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുകൂടാണ്ട് വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും നമുക്ക് കാണാം നല്ല നല്ല വിഭവങ്ങളുമൊക്കെ ആയിട്ട് ഭാവന സൂട്ടേബിളിലൂടെ. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.